സ്പീക്ക്. യാ ഗുഡ് ബോയ് ഗുഡ്. നമുക്ക് ഇന്ന് ഇവനെ സിറ്റ് പഠിപ്പിക്കാം, സ്പീക്ക് പഠിപ്പിക്കാം. ഇവരെ ജസ്റ്റ് അഗ്രസീവ് ആക്കാം. ഫുഡൊക്കെ കൊടുക്കാണ്ടിരിക്കുക, ഇഷ്ടമുള്ള ടോയ് കൊടുക്കാണ്ടിരിക്കുക. പോട്ടെ. സോ നമുക്ക് ഇന്ന് ഇല്ല ഇരിക്കും. വെയിറ്റ്. നമുക്ക് ഇന്ന് ഇവനെ സിറ്റ് പഠിപ്പിക്കാം. ഡോഗ്സിനെ എങ്ങനെ ഈസി ആയിട്ട് സിറ്റ് പഠിപ്പിക്കാം, അതുപോലെ സ്പീക്ക് പഠിപ്പിക്കാം. സോറി, ഡൗൺ പഠിപ്പിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇവരുടെ ഡോഗ് ഫുഡോ അല്ലെങ്കിൽ ട്രീറ്റോ നമ്മൾ എടുക്കണം. ഇത് കിട്ടാനുള്ള അങ്കമ്പട്ടാണിത്. വിശക്കുണ്ട് ഭാഗത്തിന്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതാണപ്പോ നമുക്ക് ട്രൈ ചെയ്യാം. പുള്ളി ഓൾറെഡി വന്നുകൂടി ഇരുന്നു. അപ്പോ ഇരുന്ന കാരണം നമ്മൾ ആദ്യം ഗുഡ് ബോയ് നോ വെയിറ്റ്. ആദ്യമായിട്ട് നമ്മൾ ഇവരെ സിറ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ് എടുത്തിട്ട് ഇവരുടെ കുറച്ച് തലയുടെ, ഇവരിപ്പോ നിൽക്കുകയാണെങ്കിൽ തലയുടെ മുകളിലേക്ക് ഒന്ന് ആക്കുക. അപ്പൊ അങ്ങനെ ആക്കുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി ഇരിക്കും. അത് അപ്പൊ ഇരിക്കുമ്പോ അപ്പൊ തന്നെ നമ്മൾ കൊടുക്കുക ട്രീറ്റ്. ലുക്ക് ഹിയർ, സെറ്റ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ അവരെ ഇങ്ങനെ ആക്കുമ്പോ തന്നെ അവരിയ്ക്കും. ഓക്കെ, ഇനി ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതിന് വെച്ചാൽ ട്രീറ്റ് കൈ പിടിക്കും. അവൻ ഓൾറെഡി ഇരുന്നു. സെറ്റ്. ഓക്കെ, ഡൗൺ ചെയ്യാൻ വേണ്ടി സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുക. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോ അപ്പൊ തന്നെ കൊടുക്കാം. അപ്പൊ അവൻ കിടന്നു. ഇനി അതുപോലെ തന്നെ സെറ്റ്. കണ്ട, തലയുടെ മോളിക്ക് ഇപ്പൊ ഈ ഒരു പൊസിഷൻ വരുമ്പോ തന്നെ അവൻ ഇരിക്കണ കണ്ട. സെറ്റ്. പിന്നെ എപ്പോഴും നമ്മൾ സിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പൊ അവരുടെ കമാൻഡ് മാറിപ്പോവും. ചിലപ്പോൾ അവർ എടുക്കണത് വേറെ രീതിക്കായിരിക്കും. ഒരു പ്രാവശ്യം പറയാ, കുറച്ച് സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കാം. ലുക്ക് ഹിയർ, സെറ്റ്. ഇനി ഞാൻ പറയാണ്ട് തന്നെ ഡൗൺ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. പറയണ്ട, ആക്ഷൻ ത്രൂ കാണിപ്പിച്ചു തരാം. ലുക്ക ഹിയർ, സെറ്റ്. ഞാൻ പറയണില്ല, പറയാണ്ട് തന്നെ കാണിച്ചു തരാട്ടാ. കം. ഗുഡ് ബോയ്. ഇനി വെയിറ്റ്. സ്പീക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ജസ്റ്റ് അഗ്രസീവ് ആക്കുക. അതായത് ഫുഡൊക്കെ കൊടുക്കാണ്ടിരിക്കുക, ഇഷ്ടമുള്ള ടോയ് കൊടുക്കാണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലി അവര് ഓട്ടോമാറ്റിക്കലി അവര് കുരയ്ക്കും. അപ്പൊ കുരയ്ക്കണ സമയത്ത് സ്പീക്ക് സ്പീക്കെന്നും കൂടെ പറയാം. അപ്പൊ അവര് ആ സമയത്ത് നമുക്ക് ട്രീറ്റ് കൊടുക്കുക. സോ അവർക്ക് അത് ക്യാച്ച് ആവും. അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത്. അഗ്രസീവ് ആക്കിയിട്ടാണ് ഞാൻ സ്പീക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ബാ, ലുക്ക് ഹിയർ, സെറ്റ്. ഞാൻ സ്പീക്ക്. ഗുഡ് ബോയ്. സെറ്റ്. ഓക്കെ, ടു സ്പീക്ക്. ഓക്കെ, കഴിക്കട്ടെ. അയ്യോ. ഓക്കെ, വെയിറ്റ്. ടു സ്പീക്ക്. യാ ഗുഡ് ബോയ്. സെറ്റ്. ഓക്കെ. വേണ്ട, കുഴപ്പമില്ല. അയ്യോ, തിരിച്ചു പോയാ ആ ക്രാന്ത പിടിച്ചത് നട്ടല്ലേടാ. ഓക്കെ, വെയിറ്റ്. 3 സ്പീക്ക്. 1 more. യാ ഗുഡ് ബോയ്. അങ്ങനെ സ്പീക്ക് പറഞ്ഞ് 1 2 3 4 5 ഒക്കെ നമുക്ക് പഠിപ്പിക്കാം. ഇവന് 5 വരെ അറിയാം. കാണിച്ചു തരാം. സെറ്റ്. 5 3 4. യാ ഗുഡ് ബോയ്. ഓക്കെ, ഹൈ ഫൈ. യാ ഗുഡ് ബോയ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആണ് ഇവരെ സിറ്റ് പഠിപ്പിക്കാൻ. പക്ഷെ ഇത് നമ്മൾ എന്നും കണ്ടിന്യൂസ് നമ്മൾ ചെയ്തിരിക്കണം. കണ്ടിന്യൂസ് നമ്മൾ ചെയ്താൽ മാത്രമാണ് അവർക്ക് അത് പഠിക്കുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് എത്ര ഡെയിലി നമ്മൾ അവർക്ക് ടൈം കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നോ അത്ര
അത്രയും അവർ അടിപൊളിയായിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ നമുക്ക് ആക്ഷൻ മാത്രം മതി. ഇത് ഈ സിറ്റും യെസും നോയും ഒക്കെ പഠിപ്പിച്ചാൽ തന്നെ നമുക്ക് സ്റ്റേ പഠിപ്പിക്കാം, വെയിറ്റ് പഠിപ്പിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ലൂക്ക പോയി. ഞാൻ അവനെ ഫ്രീ ആയിട്ട് വിടാണ്, കാരണം ഇത് അവന്റെ ഫ്രീ ടൈം ആണ്. ഞാൻ അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്നോട് ഹെയർ സ്റ്റൈൽ മാറ്റാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ നൈസായിട്ട് മാറ്റി. ലൂക്ക അവൻ ഓടിപ്പോയി. ഞാൻ പിടിക്കട്ടെ, നീ ശരിയാവില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ.